10ാം തരം കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റാണ് വിസ്തൃത ലോകവിധാനത്തിൽ. പ്രപഞ്ചത്തിൻ്റെ സത്തയും അസ്തിത്വവും നിലനിർത്തുന്നത് പരിസ്ഥിതിയാണ്. പരസ്പര ബന്ധിതവും സമതുലിതവും അനുപൂരകവുമായ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രപഞ്ച ജീവിത ഘടന ഒരു സമീകൃത സമ്പത്താണ്. അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ ഇതിൻ്റെ താളം തെറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന വിപത്ത് വളരെ വലുതാണ്. മനുഷ്യനും പ്രകൃതിയും ഹിതകരമായി വർത്തിക്കുമ്പോഴാണ് ജീവിതം മംഗളകരമായി തീരുന്നത്. ഇത്തരമൊരു ആശയം ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. യൂണിറ്റിൻ്റെ പ്രവേശകമായി കൊടുത്തിട്ടുള്ളത് APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. മലിനീകരണമുക്തമായ ശുദ്ധവും ഹരിതാഭവുമായ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം പ്രാപ്തമാക്കുന്നു. വികസനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം? പ്രഭാഷണ ഭാഗത്തെ മുൻനിർത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. നമുക്ക് വികസനം ആവശ്യമാണ്, എന്നാൽ അത് പരിസ്ഥിതി സൗഹൃദമായിരിക്കണം. പ്രകൃതി സമ്പത്തുകൾ വരും തലമുറയ്ക്ക് കൂടി അനുഭവിക്കാനുള്ളതാണ്. ഇത്തരം ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സുസ്ഥിര വികസനം സാധ്യമാവേണ്ടത്. അതിനാൽ കഴിയുന്നത്ര പ്രകൃതി സമ്പത്തുകൾ നിലനിർത്തി കാലാവസ്ഥാ വ്യതിയാനം ഇല്ലാതാക്കി വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകണം. ഇനി നമുക്ക് മണ്ണും മനുഷ്യനും എന്ന ടി പത്മനാഭൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരവും പരിചയപ്പെടാം. മണ്ണും മനുഷ്യനും എന്ന കഥ ഈ ചാനലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ അത് കേൾക്കാൻ ശ്രമിക്കുക. താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെ തിരിച്ചറിയുമ്പോഴാണ് ഓരോരുത്തരും പ്രകൃതിയോടടുക്കുന്നത്. എന്നാൽ ചിലരാകട്ടെ ഇതൊന്നും തിരിച്ചറിയാതെ സ്വന്തം ജീവിത സുഖത്തിന് പ്രാധാന്യം നൽകുന്നു. സ്വന്തം ജീവിത സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന KU നായർ എന്ന കഥാപാത്രവും പ്രകൃതിയെ സ്വാഭാവിക അവസ്ഥയിൽ നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന കഥാകൃത്തും രണ്ട് തരം മനോഭാവങ്ങളെയാണ് വെളിവാക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട്? പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ. ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? സമകാലിക സമൂഹത്തിൽ വലുതുകളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. വാഹനം വാങ്ങുന്നതിലും വീട് വയ്ക്കുന്നതിലും എല്ലാം ഇത് പ്രകടമാണ്. ഇവിടെ കഥാനായകൻ റിട്ടയർമെൻറ്റിന് ശേഷം നഗരത്തിൽ തന്നെ വലിയ ബഹളമില്ലാത്ത സ്ഥലത്ത് താമസം ആരംഭിച്ചു. പിന്നീട് അതിന് സമീപത്തായി ധാരാളം വീടുകൾ വന്നു. അത്തരം വീടുകൾ നിർമ്മിച്ച കൂട്ടത്തിൽ ഒരു ധനികൻ ഒരു മണിമാളിക നിർമ്മിച്ചു. ഈ അവസരത്തിലാണ് കഥാനായകൻ ഇങ്ങനെ ചിന്തിക്കുന്നത്: ഒരാൾ വീട് വയ്ക്കുമ്പോൾ അവിടെ താമസിക്കുന്നവരുടെ എണ്ണം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ വീട് ഇന്ന് ആഡംബരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അടയാളമായി മാറുന്നു. രണ്ടാമത്തെ ചോദ്യം: മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു. അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോകുകയായിരുന്നു. കഥയുടെ തുടക്കത്തിൽ കാണുന്ന ഈ വാക്യങ്ങളിൽ കഥാന്ത്യത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ടോ? അഭിപ്രായം സമർത്ഥിക്കുക. മനുഷ്യ ജീവിതാവസ്ഥകളെ പ്രകൃതിയുമായി ചേർത്ത് ആവിഷ്കരിക്കുന്ന രീതി നമ്മുടെ മഹത്തായ കൃതികളിലെല്ലാം കാണാൻ കഴിയും. കാളിദാസന്റെയും മഹാകവി കുമാരനാശാന്റെയും കൃതികൾ ഇത്തരത്തിൽ എടുത്തു പറയേണ്ടതാണ്. കഥയുടെ തുടക്കത്തിൽ കാണുന്ന ദൃശ്യം ഇത്തരത്തിൽ വായിക്കാവുന്നതാണ്. മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നത് സൗന്ദര്യത്തിൻ്റെ ചിത്രമാണ്. എന്നാൽ അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോകുന്നു എന്ന പ്രയോഗം മാഞ്ഞു പോകുന്ന ജീവിതത്തിൻ്റെ വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ കഥാനായകൻ പരിചയപ്പെടുന്ന കഥാപാത്രത്തിന് ഉണ്ടാകുന്ന ദുരന്തം കഥാനായകനിൽ ദുഃഖത്തിന് കാരണമാകുന്നതാണ് കഥയുടെ അന്ത്യം. കഥയുടെ തുടക്കത്തിൽ കാണുന്ന വാക്യം കഥാന്ത്യത്തെ വെളിപ്പെടുത്തുന്നു. കുമാരനാശാന്റെ ലീലയിൽ ഇത്തരമൊരു സന്ദർഭം കണ്ടെത്താൻ കഴിയും. അതായത് മദൻ ലീലയെ കണ്ടുമുട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ചിത്രം മഹാകവി കുമാരനാശാൻ വ്യക്തമാക്കുന്നുണ്ട്. നിയത ചരമയാനൻ അപ്പോഴോജക്ഷയ ദയനീയൻ അകസ്കരൻ തലോടി സ്വയം ഉപചിതരാഗമാം കരത്താൽ പ്രിയമൊടു ഭൂമിയെ മന്ദമങ്ങുമിങ്ങും എന്നാണ് ആ വരികൾ. അതായത് മദൻ ലീലയെ കണ്ടുമുട്ടാൻ പോകുന്ന സന്ദർഭത്തെ വളരെ മുൻകൂട്ടി തന്നെ കവി ഇത്തരം വരികളിലൂടെ ആവിഷ്കരിക്കുന്നുണ്ട്. മദനൻ്റെ അവസ്ഥയും ലീലയെ കണ്ടുമുട്ടുന്നതുമെല്ലാം ഇവിടെ വ്യക്തമാണ്. മൂന്നാമത്തെ ചോദ്യം: എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല. പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം. ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു. എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ? കഥാസന്ദർഭങ്ങൾ വർത്തമാനകാല ജീവിതാവസ്ഥകളുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെടുന്നു വിശകലനം ചെയ്യുക. സാക്ഷരതയേറി രാക്ഷസന്മാരാകുന്ന പുതിയ കാലഘട്ടത്തെ, മനുഷ്യരുടെ മനോഭാവത്തെ കഥയിലൂടെ കഥാകൃത്ത് വ്യക്തമാക്കുന്നു. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് അകലും തോറും ജീവിതം ദുസ്സഹമായി തീരും.
വീട് ഇന്ന് ആഡംബരത്തിൻ്റെ അടയാളമാണ്. മണ്ണിൽ ചവിട്ടുന്നത് തന്നെ ഇഷ്ടമില്ലാത്തവർ മുറ്റം ടൈൽസോ ഗ്രാനൈറ്റോ സിമൻറ്റ് കട്ടയോ പതിച്ച് മനോഹരമാക്കാൻ ശ്രമിക്കുന്നു. മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും വീഴുന്ന പൂക്കൾ മുറ്റം വൃത്തികേടാക്കുമെന്നാണ് അവർ കരുതുന്നത്. മണ്ണിൻ്റെ ജൈവികതയെ ഇവർ തിരിച്ചറിയുന്നില്ല. സമകാലിക സാഹചര്യത്തിൽ രൂപപ്പെടുന്ന ഇത്തരം മനോഭാവത്തോടുള്ള ശക്തമായ വിയോജിപ്പാണ്. എന്നാൽ പിന്നെ ആ മരം തന്നെ അടിവേര് തന്നെ വെട്ടിക്കളയാമായിരുന്നില്ല എന്ന കഥാകൃത്തിൻ്റെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ഞാനിവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ്. ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെയായിരുന്നു. എനിക്ക് തൃപ്തിയായി. വേണ്ട, എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, വൃത്തിയും. ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി. വേണ്ട വേണ്ട. സന്ദർഭങ്ങളിലെ രണ്ട് കഥാപാത്രങ്ങളുടെയും മനോഭാവങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. മണ്ണും മനുഷ്യനും എന്ന തലക്കെട്ട് തന്നെ വളരെ ഗൗരവമുള്ളതാണ്. മണ്ണിനോടും മരങ്ങളോടും മമത കാണിക്കുന്ന കഥാനായകൻ പ്രകൃതിയെ അതിൻ്റെ സ്വാഭാവികതയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരക്ക് പിടിച്ച നഗരജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഗ്രാമത്തിൻ്റെ പച്ചപ്പ് തിരഞ്ഞെടുത്തത്. എന്നാൽ കഥയിൽ പരാമർശിക്കുന്ന മറ്റൊരു കഥാപാത്രം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. മരങ്ങളില്ലാത്ത കാറ്റും വെളിച്ചവുമുള്ള ഒരു ലോകമാണ് അയാൾ ഇഷ്ടപ്പെടുന്നത്. അവിടെ അയാൾ കൂറ്റൻ ബംഗ്ലാവ് പണിയുന്നു. അതിനായി അവിടെ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നു. മരങ്ങൾ ഇരുട്ട് പരത്തുമെന്നാണ് അയാൾ പറയുന്നത്. മുറ്റം ടൈൽസ് മാറ്റി മാർബിൾ ഇടുന്നു. അയാൾക്ക് പ്രകൃതിയുടെ സ്വാഭാവികതയെ ഉൾക്കൊള്ളാനാവുന്നില്ല. പ്രകൃതിയോടുള്ള മനുഷ്യരുടെ വ്യത്യസ്ത മനോഭാവങ്ങളെയാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും പ്രതിനിധീകരിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, പ്രമേയം, ആഖ്യാന രീതി, ഭാഷ എന്നിവ പരിഗണിച്ച് മണ്ണും മനുഷ്യനും എന്ന കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക. മലയാള കഥാസാഹിത്യത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. പ്രമേയ സ്വീകരണത്തിലും ഭാഷാപ്രയോഗത്തിലും ആഖ്യാനത്തിലുമെല്ലാം ഇത് വായനക്കാരനെ തിരിച്ചറിയാൻ കഴിയും. അത്തരമൊരു കഥയാണ് മണ്ണും മനുഷ്യനും. മണ്ണാണ് സകല ജീവജാലങ്ങളെയും നിലനിർത്തുന്നത്. മണ്ണിനെ മറന്നു ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കും. നഗരജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് റിട്ടയർമെൻറ്റിന് ശേഷം ഗ്രാമത്തിൻ്റെ സ്വസ്ഥതയിൽ വീട് പണിത് ജീവിക്കാനെത്തുകയാണ് കഥാനായകൻ. എന്നാൽ അതിന് സമീപത്തായി ഒരു ബംഗ്ലാവ് അല്ലെങ്കിൽ കൊട്ടാരം എന്ന് പറയാൻ കഴിയുന്നു വീട് നിർമ്മിക്കുന്ന മറ്റൊരു കഥാപാത്രത്തിൻ്റെ മനോഭാവം തുറന്നു കാണിച്ചുകൊണ്ടാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത്. ബംഗ്ലാവ് വയ്ക്കുന്നതിനായി മരങ്ങൾ വെട്ടിമാറ്റുന്നു. തുടർന്ന് അദ്ദേഹം മുറ്റം മാർബിൾ പതിക്കുന്നു. അവിടേക്ക് പൂക്കളും ഇലകളും വീണ് വൃത്തികേടാകുമെന്ന ചിന്തയിൽ സമീപത്തു നിൽക്കുന്ന മരം കൂടി മുറിച്ചു മാറ്റുന്നു. വാർദ്ധക്യകാലത്ത് മക്കളും പേരക്കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിക്കാമെന്ന ആഗ്രഹത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ മക്കൾ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരുന്നില്ല എന്നാണ് അയാൾക്ക് അറിവ് ലഭിച്ചത്. ഇതോടെ അയാളുടെ സ്വപ്നം തകർന്നു പോകുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി പ്രകൃതിയെ മറന്ന് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന മഹത്തായ സന്ദേശമാണ് ഈ കഥ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരമൊരു പ്രമേയത്തെ ലളിതമായ ഭാഷയിലാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. കഥ പറയുന്ന രീതിയാണല്ലോ ആഖ്യാനം. അങ്ങനെയെങ്കിൽ കഥ പറഞ്ഞു പോകുന്ന രീതിയും ആസ്വാദകനെ അടുപ്പിക്കുന്നതാണ്. മറ്റൊരു ചോദ്യം, ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി സന്ദർഭത്തിന് നൽകുന്ന സവിശേഷാർത്ഥം എന്ത്? ഇത്തരത്തിലുള്ള നിരവധി ശൈലികൾ പ്രയോഗത്തിലുണ്ടല്ലോ. വിവിധ ശൈലികൾ കണ്ടെത്തി ആശയം വിശദീകരിച്ച് പതിപ്പ് തയ്യാറാക്കുക. ചത്ത പോലെ ഉറങ്ങി എന്നത് ഉറക്കത്തിൻ്റെ ആഴത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ കഥാകൃത്തിന് ഒരു അലട്ടലുമില്ലാതെ സുഖമായി ഉറങ്ങാൻ കഴിയുന്നു. അതിനെയാണ് ചത്ത പോലെ ഉറങ്ങി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. പ്രത്യക്ഷമായി പറയുന്നതിനോട് ബന്ധമില്ലെന്ന് തോന്നിപ്പിക്കുന്ന വിശേഷാർത്ഥം സൂചിപ്പിക്കുന്ന പദച്ചേർച്ചകളാണ് ശൈലി. ഉദാഹരണത്തിന് ശവത്തിൽ കുത്തുക, നെല്ലിപ്പടി കാണുക, കിണറ്റിലെ തവള. ഇത്തരത്തിൽ കൂടുതൽ ശൈലികൾ കണ്ടെത്തി നിങ്ങൾക്ക് പതിപ്പ് തയ്യാറാക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു ചോദ്യം, എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല? ഈ വാക്യത്തിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷത ചർച്ച ചെയ്യുക. എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല എന്നതിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗം സവിശേഷമാണ്. ഇവിടെ നിന്നിട്ടില്ല എന്നത് ചെയ്തില്ല എന്ന അർത്ഥം വരുന്ന നിഷേധ രൂപമാണ്. മരവും പൂക്കളും അയാളെ എത്രമാത്രം ആകർഷിച്ചുവെന്നും അത് എത്രയോ തവണ നോക്കി നിന്നിട്ടുണ്ട് എന്ന അർത്ഥതലമാണ് ഇവിടെ ലഭിക്കുന്നത്.